നമ്മുടെ മനുഷ്യനെ മാനുഫാക്ചർ ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മദറിന് ഒരു ട്രോമ തന്നെയാണ്, പക്ഷേ ഈ നിങ്ങൾക്ക് പീഡിയാട്രീഷ്യൻസിന് ട്രോമയാണ്. ഒരു പേഷ്യൻ്റ് വന്ന് സാറിനോട് ചോദിക്കുന്നു, പ്ലാൻഡ് ആയിട്ട് എനിക്ക് CS മതി അല്ലെങ്കിൽ സിസേറിയൻ മതി, അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തേക്ക് ആ സിസേറിയൻ പ്ലാൻ ചെയ്യും? ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ 3rd ട്രൈമസ്റ്റർ വരെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ പ്രഗ്നൻസി സമയത്ത് ട്രാവൽ ചെയ്യുന്നത് ഓക്കെ ആണോ? ട്രാവൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ചില കണ്ടീഷൻസിൽ ഇപ്പം നമുക്ക് ബ്ലീഡിംഗ് ഉള്ള ഒരു കണ്ടീഷൻ, ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ട്, സ്പോട്ടിംഗ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ്, അതായത് ഗർഭാശയ മുഖത്തിന് എന്തെങ്കിലും കട്ടി കുറവ്, നമ്മൾ സ്റ്റിച്ചൊക്കെ ഇട്ടേക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മളൊരു റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം പ്രഷർ ഉണ്ടെന്നോ ഷുഗർ ഉണ്ടെന്നോ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ട്രാവലൊന്നും ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നില്ല. ഈ പറഞ്ഞ കണ്ടീഷനിൽ മാത്രം നമ്മളൊരു റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി, അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയുന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം, കസേരയൊക്കെ ഇരിക്കാം, എന്നാലും വലിയ യാത്രകളും വലിയ ക്ഷീണം ഉണ്ടാകുന്ന കാര്യങ്ങളും ഒഴിവാക്കാൻ നമ്മൾ പറയും. ഇപ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് പല സമയത്തായിട്ട് നമുക്ക് ഡിസ്ചാർജസ് വരാറുണ്ട് എന്ന് പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ഡിസ്ചാർജസും ഓക്കെ ആണോ? എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ഡിസ്ചാർജസ് ഉണ്ടോ? അത് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് പറയേണ്ടി വരും. നമ്മളിപ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ പൊതുവേ കാണുന്ന ഡിസ്ചാർജ് എന്താണ്? എല്ലാവർക്കും അറിയാം, ഒരു വൈറ്റ് ഡിസ്ചാർജ് പെർ വജൈന അല്ലേ? നമ്മൾ ഈ വെള്ളപ്പോക്ക് എന്നൊക്കെ പറയുന്നത് അതുപോലെ എല്ലാ സ്ത്രീകൾക്കും, അത് ഗർഭിണികൾ തന്നെ ആവണമെന്നില്ല, വജൈനൽ ഒരു വൈറ്റ്, ഒരു കേർഡി വൈറ്റ്, ഒരു തൈര് പോലെ അല്ലെങ്കിൽ പാല് പിരിയുന്നത് പോലുള്ളൊരു ഡിസ്ചാർജ്, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അത് കാൻഡിഡിയാസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷനാണ്, ഫംഗൽ ഇൻഫെക്ഷനാണ്. ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണെങ്കിലും വേണം. അത് പ്രഗ്നൻ്റ് അല്ലെങ്കിലും വേണം, പ്രഗ്നൻ്റ് ആണെങ്കിലും വേണം. അപ്പം എന്ത് ഡിസ്ചാർജ് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പറയണം. അവർ എക്സാമിൻ ചെയ്യുമ്പോഴേ ഇത് അറിയാൻ പറ്റും. 2 വേറെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, വേറെ പലതരം വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് ആ എക്സാമിനേഷനിലൂടെ കണ്ടെത്തുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും. പക്ഷേ അല്ലാതെ തന്നെ ഒരു നോർമൽ മ്യൂക്കോയിഡ് ഡിസ്ചാർജ് ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. ഒരു മൂക്കള പോലെ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തുപ്പിൽ പോലെ, ഒരു വെള്ളം കൺസിസ്റ്റൻസി അല്ല, അപ്പോൾ ഒരു കുറച്ച് തിക്കായിട്ടുള്ള വെള്ളത്തെ കൺസിസ്റ്റൻസി ആയിട്ടുള്ളൊരു ഡിസ്ചാർജ് നോർമലി ഉണ്ടാവാറുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമോ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടി വരത്തില്ല. പിന്നൊരു ഡിസ്ചാർജ് എന്താ? നമ്മളൊരു 3rd ട്രൈമസ്റ്റർ എത്തി, അതായത് ഇപ്പം 9ാം മാസം എത്തി, 8ാം മാസം എത്തി, രാത്രി കിടന്നുറങ്ങുമായിരുന്നു, ഡോക്ടർ എൻ്റെ ഇന്നേഴ്സൊക്കെ നനഞ്ഞു, അതൊരു ഡിസ്ചാർജ് പോലെ, വെള്ളം പോലെ ഡിസ്ചാർജ് പോലെ വന്നു. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം. അതൊരു ലീക്കിങ് ആവാം അല്ലേ, വെള്ളം പൊട്ടിപ്പോകുന്നതാവാം. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്ത് ഡിസ്ചാർജ് ഉണ്ടെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് നല്ലത് തന്നെയാണ്. അവർക്ക് നോക്കുമ്പോൾ അത് അറിയാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും ഇൻടു സോഷ്യൽ മീഡിയയും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒരു സംശയമാണ്, നമുക്ക് ഈ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് പ്രഗ്നൻസി സമയത്ത് ചെയ്യാൻ പാടുണ്ടോ? എന്താണ് ഈ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്? അല്ല, ഈ ബ്ലോ ഡ്രൈ, കളറിങ്, ഹെയർ കളറിങ് അല്ലെങ്കിൽ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമ്മുടെ ശരീരത്തിന് കേടുള്ള സാധനങ്ങളൊന്നും എന്തായാലും നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കില്ലല്ലോ. ഇല്ല, വലിയ കേടൊന്നും കാണൂലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ, ഇനി അതിൻ്റെ ആ വേപ്പർ ശ്വസിക്കുന്നത് ഫീറ്റോടോക്സിക് ആണോ എന്നത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്തായാലും അത് നോക്കാം, നമുക്ക് റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നേരിട്ട് ഇനിയിപ്പം ലേബറിൻ്റെ സമയത്തിലേക്ക് കടക്കാം. അപ്പോൾ വേദന വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിക്കുമുള്ള വേദനയാണോ, അല്ലെങ്കിൽ ഒരു പ്രസവ വേദന തന്നെയാണോ, വെറും ഒരു പിടുത്തം തന്നെയാണോ? അത് ശ്രദ്ധിക്കണം. 7ാം മാസമായി അല്ലെങ്കിൽ 8ാം മാസം, ഒരു 32 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഒരു വയറ് മുറുകുന്ന പോലെ ഒരു പെയിൻ ഉണ്ടാവാറുണ്ട്, ഒരു ടൈറ്റനിങ്. അത് തന്നെ, വയറിങ്ങനെ മുറുകുന്നു, കട്ടിയാവുന്നു ഡോക്ടറെ, ഇടയ്ക്കൊരു ചെറിയ പെയിൻ വരുന്നു, ചിലപ്പോൾ താഴോട്ട് എന്തോ വരുന്ന പോലെ ഒരു പെയിൻ വരുന്നു. ഇതൊക്കെയാണ് പൊതുവേ പറയുന്ന പെയിൻ. പിന്നെ ഒരു 5th മന്തിലൊക്കെ വേറൊരു പെയിൻ ഉണ്ട്, വജൈനൽ പെയിൻ, അസഹനീയമായ വജൈനൽ പെയിൻ. ഡോക്ടറെ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പം പെയിൻ, അല്ലെങ്കിൽ നടക്കുമ്പം വജൈനൽ പെയിൻ. അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് വയറ് മുറുകുന്നത് പോലുള്ള പെയിൻ, അതൊരു 30 വീക്സ് പ്ലസ്, 32 വീക്സ് ഒക്കെ പ്ലസ് ആകുമ്പോഴാണ് അത് കാണുന്നത്. അതിനാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ യൂട്രസ് ഇസ് ഗെറ്റിംഗ് റെഡി, ആ ഡെലിവറിക്ക് വേണ്ടി ഗെറ്റിംഗ് റെഡി എന്നുള്ളൊരിതാണ്. അത് പേടിക്കൊന്നും വേണ്ട. അതെങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ബ്രാക്സ്റ്റൺ ഹിക്സ് ആണോ അല്ലയോ എന്ന്? നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അത് പ്രോഗ്രസ് ചെയ്യൂല, അത് വരും, ഒന്ന് ടൈറ്റാവും, പോവും. ഒരു ദിവസം 3-4 തവണയൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ അതേസമയം ആ പെയിൻ
ഒരു 10 മിനിറ്റിൽ തന്നെ 2-3 വട്ടം വരുന്നു, അത് പേഴ്സിസ്റ്റ് ചെയ്യുന്നു, അതൊരു 20 മിനിറ്റ്സോളം 20 സെക്കൻഡ്സോളം ഡ്യൂറേഷൻ കാണിക്കുന്നു, അതൊരു ചിലപ്പോൾ ഒരു പ്രീ ടേം പെയിനോ അല്ലെങ്കിൽ 9 മാസമായതാണെങ്കിൽ പ്രസവ വേദനയോ ആവാം. അപ്പോൾ ആ പെയിൻ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് എന്താ പയ്യങ്ങ് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി. അതാണ് വേറൊരു കാര്യം. നമ്മളുടെ ചിലവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ പെയിൻ വന്ന അപ്പം പ്രസവം. ഡോക്ടർ എൻ്റെ വീട് അത്രയും ദൂരമുണ്ട്, ഏകദേശം 40 മിനിറ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ. അവരുടെ വിചാരം ഇത് പെയിൻ വന്ന അപ്പം പ്രസവിക്കുന്ന. ദാറ്റ് ഈസ് ഹൈലി അൺലൈക്ലി. വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ പ്രസിപ്പിറ്റേറ്റ് ലേബർ എന്നൊക്കെ പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ പെയിൻ വന്ന് ഉടൻ തന്നെ പ്രസവം വരുന്ന ഉടൻ തന്നെ പ്രസവിക്കും. ചിലപ്പോൾ 4-5 ഡെലിവറി ഒക്കെ കഴിഞ്ഞാണെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ലേബർ പക്ഷേ പ്രസിപ്പിറ്റേറ്റ് ലേബർ ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളത് ഈ മൾട്ടിയെക്കാട്ടി പ്രൈമറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് 2 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് പ്രസവിക്കുന്നു. പക്ഷെ അതൊക്കെ അപൂർവം തന്നെയാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്കൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ലേറ്റൻ ഫേസ് ഓഫ് ലേബറാണ്, ഒരു പെയിൻ്റെ തുടക്കം മാത്രമാണ്. ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് ചിലപ്പം ഒരു 8 hours 10 hours 12 hours ഒക്കെ ആ ഒരു പെയിൻ ചിലപ്പം കാണും. ഒരു ചെറിയ ഇറിറ്റബിൾ പെയിൻ ആയിരിക്കും. അത് ആ സെർവിക്സ് റെഡിയാവുന്നതാണ്. സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖം, നമ്മുടെ ആ ഗർഭപാത്രത്തിൻ്റെ ആ ഒരു ഗേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഗേറ്റ് തയ്യാറെടുക്കുകയാണ് കുഞ്ഞിനെ പുറത്ത് വരാൻ വേണ്ടി. ആ പെയിനിലൂടെ പയ്യെ ആ ഗേറ്റ് അടഞ്ഞിരിക്കുന്ന സെർവിക്സ് ഒരു 3 സെൻറ്റിമീറ്ററെങ്കിലും ഡൈലേറ്റ് ആവുകയും ആ സെർവിക്സിൻ്റെ ഇത്രയും ഒരു 4 സെൻറ്റിമീറ്റർ കട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടി കുറഞ്ഞ് ഒരു 1/2 സെൻറ്റിമീറ്ററൊക്കെ ആവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അതിൻ്റെ പ്രസവ വേദന അല്ലെങ്കിൽ പെയിൻ തുടങ്ങി. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ, അതിൻ്റെ ലേബർ തുടങ്ങി എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് ഓൾമോസ്റ്റ് 6 to 7 hours എടുക്കാം. ഓക്കെ, ഒരു 1 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് 1 hour എന്നാണ് പറയാം. അപ്പോഴത്തേക്ക് എത്ര മണിക്കൂറായി? ഇനി 3 to 10 സെൻറ്റിമീറ്ററോളം ഡൈലേറ്റ് ചെയ്യണം. 3 to 10 എന്ന് പറയുമ്പോൾ വീണ്ടും 6 to 7 hours ഓഫ് പെയിനായി. ഇതെല്ലാം ഇതേപോലെ ബൈ ബുക്ക് പോലെ വേണമെന്നില്ല, ചിലർക്ക് പെട്ടെന്ന് വരാം. നമ്മളിപ്പം കണ്ടെത്തുന്ന അതിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 5 സെൻറ്റിമീറ്ററൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആക്റ്റീവ് ഫേസ് എന്ന് പറയാം. അപ്പോൾ 5 to 10 കുറച്ചും കൂടെ സ്പീഡിൽ ഡൈലേറ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് വേരീസ്. എന്നാലും കുറച്ചധികം മണിക്കൂറുകൾ എടുക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രസവവേദന എന്ന് പറയുന്നത്. പെട്ടെന്നൊന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ രോഗിയെക്കാട്ടി കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടാകുന്ന ബൈസ്റ്റാൻഡേഴ്സിനാണ്. അപ്പോൾ അവർക്കാണ് ഈ ഡോക്ടറെ 5 മണിക്ക് ടാബ്ലറ്റ് വേദന വരാൻ വേണ്ടി ടാബ്ലറ്റ് തന്നു, ലേബർ റൂമിൽ കയറ്റി, രാവിലെ 11 മണിയായി, ഇതുവരെ ഒരു അനുഭവമില്ല. അത് ആക്ച്വലി നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അകത്തിരിക്കുന്നവരൊന്ന് പറയണം പുറത്ത് പോയി എന്താണ് നടക്കുന്നത്. ആക്ച്വലി ഇത് മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം. ടൈം കൊടുക്കുക ഡോക്ടറിനും പേഷ്യൻറ്റിനും പ്രസവിക്കാൻ. ഈ ഫുള്ളായി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചാൽ തന്നെ അധികം സമയം ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വരാറുണ്ട്. അതെ, ഈ ഫുള്ളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഈ 3 സെൻറ്റിമീറ്ററിൽ നിന്ന് 10 സെൻറ്റിമീറ്ററോളം സെർവിക്സ് മൊത്തത്തിൽ വികസിച്ച് കുഞ്ഞിൻ്റെ തല താഴെയായി, സെർവിക്സ് പൂർണ്ണമായിട്ടും ഗർഭപാത്രം പൂർണ്ണമായിട്ടും പുറവശത്ത് പോയി കുഞ്ഞിൻ്റെ തല വജൈനൽ കനാലിൽ വന്ന അവസ്ഥയാണ് ഫുൾ ഡയലറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ഡയലറ്റേഷനിൽ ഞങ്ങൾ പീഡിയാട്രീഷ്യൻസിനെ വിളിക്കാറില്ല. ഞങ്ങൾ ഫുൾ ഡയലറ്റേഷനും കഴിഞ്ഞ് തല താഴെ എത്തിയ ശേഷമാണ് ഞങ്ങൾ പീഡിയാട്രീഷ്യനെ വിളിക്കുന്നത്. എന്നിട്ട് പോലും പീഡിയാട്രീഷ്യൻ പറഞ്ഞു കേട്ടില്ല. എന്നിട്ടും ഞങ്ങൾ അവിടെ വായി നോക്കി നിൽക്കേണ്ടി വരുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഫുൾ ഡയലറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ 1 to 2 hours എടുക്കാമെന്നാണ്. ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം നമ്മൾ എപ്പിഡ്യൂറിൽ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 1.5-2 മണിക്കൂർ, ഒരു അരമണിക്കൂറൊക്കെ എക്സ്ട്രാ നമ്മൾ കൊടുക്കും. മറ്റേ നോർമൽ ആണെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ വരെയൊക്കെ കൊടുക്കാം. 2 hours 3 hours എപ്പിഡ്യൂറിലും 3 hours ഫുള്ളി ഡയലേറ്റഡ് ആയി കഴിഞ്ഞാൽ കാത്തിരിക്കേണ്ട സമയം. പക്ഷെ നമ്മൾ അത്രയൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. നമുക്ക് ഒരു അസസ്മെൻറ്റ് കാണുമല്ലോ, ഇത് ഇറങ്ങുമോ ഇല്ലയോ, ഡെലിവറി ചെയ്യുമോ ഇല്ലയോ എന്നുള്ള അസസ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഈ അസസ്മെൻറ്റിന് വേണ്ടി ആദ്യമായിട്ട് ഉള്ളു പരിശോധിക്കുന്നത് എപ്പോഴാണ്? എന്താണ് പെർവജൽ എക്സാമിനേഷൻ? പെർവജൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ നമുക്ക്, ഞാൻ എന്തായാലും ഒരു 37-38 വീക്സ് ആകുമ്പോൾ ഞാനൊന്ന് പെർവജൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കാറുണ്ട്. അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്? എനിക്കറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എൻ്റെ പേഷ്യൻസ്, ഞാൻ നോക്കുന്ന ഒബ്സ്റ്ററ്റിക്സ് പേഷ്യൻസ് ഒക്കെ ഹൈ റിസ്ക് കാണും, അല്ലെങ്കിൽ IVF കൺസെപ്ഷൻ ആയിരിക്കും, ഫെർട്ടിലിറ്റി കൺസെപ്ഷൻ ആയിരിക്കും, വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തവരായിരിക്കും ആയത്. അപ്പം എനിക്ക് മനസ്സിലായി അവരെ കൊണ്ട് റിസ്ക് എടുപ്പിക്കണം. അവരെ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു വിടണോ എന്ന് നോക്കാനും കൂടെയാണ് ഞാൻ ഈ 37 വീക്സിൽ, ഞാനൊന്ന് 38 വീക്സ് ആകുമ്പോൾ ഞാൻ PV ചെയ്യുന്നത്. PV ചെയ്യുമ്പോൾ ഞാൻ അസസ് ചെയ്യുന്നത് സെർവിക്സ് എത്രയായി, സെർവിക്സ് സോഫ്റ്റായി തുടങ്ങിയോ, സെർവിക്സ് പൊസിഷൻ എങ്ങനെയാണ്, ഡയലറ്റേഷനെ കുറച്ചെങ്കിലും ആയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ അതിലുപരി ഞാൻ നോക്കുന്നത് എന്താണ്, ആ പെൽവിസ് എങ്ങനെയുണ്ടെന്നാണ്, ആ ഇടുപ്പെല്ല് എങ്ങനെയുണ്ട്, ഇടുപ്പെല്ലിന് ആ ഒരു കുഞ്ഞിൻ്റെ തല ആ ഇടുപ്പെല്ലിലൂടെ വന്ന് പ്രസവിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അതോ എവിടെയെങ്കിലും
കുറച്ച് ഇടുങ്ങിയതാണോ, അതിൻ്റെ ഇൻലെറ്റ്, മിഡ് ക്യാവിറ്റി, ഔട്ട്ലെറ്റ്, അങ്ങനെ 3. ഇപ്പോൾ ഇൻലെറ്റ് ഇടുങ്ങിയതാണോ, മിഡ് ക്യാവിറ്റി എങ്ങനെയുണ്ട്, ഔട്ട്ലെറ്റ് എങ്ങനെയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനാണ് യൂഷ്വലി ഒരു 38 വീക്സ് ആകുമ്പോൾ ഞാൻ പെർ വജൽ എക്സാം, യൂഷ്വലി 38 ആകുമ്പോഴാണ് പെർ വജൽ എക്സാം. അതിനുശേഷമാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് വെൻ ടു ടെർമിനേറ്റ്, എപ്പം നമ്മൾ മരുന്ന് കൊടുത്ത് പ്രസവിപ്പിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ വരുന്നത്. പെൽവിസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ സെലിബ്രിറ്റീസ് ഒക്കെ പ്രസവിക്കുന്നതിന് മുന്നേ കുറച്ച് പെൽവിക് എക്സസൈസസ് എന്ന് പറഞ്ഞത്. അപ്പം ഈ ഇടയ്ക്ക് എന്നോടൊരു പേഷ്യൻ്റ് പറഞ്ഞു ഞാൻ എല്ലാ എക്സസൈസും യൂട്യൂബിൽ നോക്കി ചെയ്തു, പക്ഷെ എന്നിട്ടും ഡോക്ടറെ സിസേറിയനായിപ്പോയി എന്നൊരു ഇറ്റ് ക്യാൻ ഹാപ്പൻ അല്ലേ. പെൽവിക് എക്സസൈസ് തീർച്ചയായിട്ടും നല്ലതാണ്. നമുക്ക് ഒന്ന് പെൽവിക്സ് കുറച്ചുകൂടെ പ്ലയബിൾ ആവും തോന്നുന്നു, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, മസിൽസ് എല്ലാം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും, അവർക്ക് പുഷ് ചെയ്യാനുള്ള കഴിവ് കുറച്ചും കൂടെ കിട്ടും ആ എക്സസൈസിൽ നിന്ന്. അപ്പോൾ അതെ, അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ സിസേറിയൻ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് കാര്യമില്ല, പല കാര്യത്തിനാവാമല്ലോ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലിൻ്റെ വ്യാസം, ഇൻലെറ്റോ ഔട്ട്ലെറ്റോ ക്യാവിറ്റിയോ കോൺട്രാക്റ്റഡ് ആണെങ്കിൽ ഈ എക്സസൈസ് ഇതുമായിട്ടൊരു ബന്ധമേ വരുന്നില്ല. ദാറ്റ് ഇസ് പ്യുവർലി എന്താണ്, ആ ബോണി പെൽവിസ് അല്ലേ, ബോണിൻ്റെ കാര്യമല്ലേ. അപ്പോൾ എല്ല് ഇടുങ്ങിയതാണെങ്കിൽ ഒരു കാരണവശാലും ഡെലിവറി. നമ്മുടെ മനുഷ്യനെ മാനുഫാക്ചർ ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാത്തിലും വിഷയമുണ്ട് അതല്ലേ. പോട്ടെ, ഞാൻ ബാക്കിയുള്ള അവയവങ്ങളൊന്നും എടുക്കുന്നില്ല, നമ്മൾ പെൽവിസ് വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നാലോചിച്ച് നോക്കുക. ഈ കുഞ്ഞിൻ്റെ തല, എനിക്കൊന്ന് ആൻറ്റീരിയോ പോസ്റ്റീരിയർ, ഞാൻ പഠിച്ച ഓർമ്മയെന്ന് പറയുകയാണ്, ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ എനിക്ക് തോന്നുന്നു 9.5, ഇതെന്തോ 9.5 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ പെൽവിസിൻ്റെ നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒരു അര സെൻറ്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതായത് കുഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ടതിന് പകരം അത് ഇങ്ങനെ ഇരുന്നാലോ സ്റ്റക്കാവും അല്ലേ. അപ്പോൾ എന്തിനാ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? 2 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് കൊടുത്തായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ എല്ലാവരും പ്രസവിക്കത്തില്ലായിരുന്നു. ഇല്ല, അതൊരു മോൾഡിങ് നമ്മൾ പഠിക്കുന്ന കാര്യമല്ല ഇത്. ഇത്രയും ആ ഒരു മോൾഡിങ് പ്രോസസ്സ് വരണം, ആ ഫോണ്ടനൽസ് ക്ലോസ് ചെയ്യണം, ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, അപ്പം അതെങ്ങനെയാ? എന്തായാലും ആ 2 ഫോണ്ടനൽസ് എന്ന് പറഞ്ഞ സാധനം വേണം, എന്നാലേ ബ്രെയിൻ ഡെവലപ്മെന്റ്. ഞങ്ങൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് 2 വയസ്സ് വരെ ഉണ്ടല്ലോ. സിസ്റ്റം തന്നെ വെക്കുന്നില്ലെന്ന് ചോദിക്കുക. ആ ഒരു നേരത്തെ തന്നെ ഫോണ്ടനെല്ലാം നേരത്തെ തന്നെ റെഡി. അപ്പോൾ പിന്നെ സിസേറിയൻ പേഷ്യൻസ് അവർക്കും കുറച്ച് മോൾഡിങ് ആ സ്ഥലത്തൂടെ നടക്കുന്നുണ്ട്. ബ്രീച്ച് ആണെങ്കിൽ പാടാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പെൽവിസിൻ്റെ ലെങ്ത് ഒരു 2 സെൻറ്റിമീറ്ററിന് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, സിസേറിയൻ തന്നെ ഉണ്ടാകത്തില്ല, എല്ലാവർക്കും സുഖമായിട്ട്. എൻ്റെ പ്രതി വളരെ ഒരു എന്താണ്, എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ, ഒരു പ്രശ്നമില്ലാതെ നടക്കുകയാണെങ്കിൽ സുഖപ്രസവം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ലേബറിനെക്കാട്ടി ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു എലക്റ്റീവ് സിസേറിയൻ തന്നെയാണ്. കാരണം ഡിഫിക്കൽട്ട് ലേബർ എപ്പോഴും ഒരു ട്രോമയാണ്, ഒരു ഒബ്സ്ട്രക്റ്റീഷ്യനും ട്രോമയാണ്, മദറിനും ഒരു ട്രോമ തന്നെയാണ്. പക്ഷേ ഈ നിങ്ങൾക്ക് പീഡിയാട്രീഷ്യൻസിനും ട്രോമയാണ്. ആ ഡിഫിക്കൽട്ട് ലേബർ പക്ഷേ എപ്പം വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഞാൻ ഈ പറയുന്ന പ്രൊഫഷണൽ എക്സാമിനേഷനും എക്സ്പീരിയൻസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ലൈക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മാഡം ഇങ്ങനെ വജൈനൽ എക്സാമിനേഷൻ ചെയ്തിട്ട് ആ നിമിഷം പറയും ദിസ് വിൽ ഡെലിവർ, ദിസ് വോൺ ഡെലിവർ. ഞാൻ നോക്കുമ്പോൾ ഒരു 99% ആക്യുറസി കിട്ടും. അത് ത്രൂ എക്സ്പീരിയൻസ് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഇത് ഡിഫിക്കൽട്ടാണോ അതോ ഈസി ഡെലിവറി ആയിരിക്കും. അതിനാണ് അത് ആ വെറും പെൽവിസ് മാത്രം പോരാ, ആ കുഞ്ഞിൻ്റെ തലയും പെൽവിസുമായിട്ടുള്ള അലൈൻമെൻറ്റ് അതും കറക്റ്റ് ആയിരിക്കണം അല്ലേ. ആ കുഞ്ഞിൻ്റെ തല ചിലപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നതിന് വരെ ഇങ്ങനെ കിടന്നാലോ, അത് ഫേസ് പ്രസൻറ്റേഷൻ ആയിരിക്കും. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ. പക്ഷേ സിസേറിയൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഓപ്പറേഷൻ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ പേഷ്യൻസ് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്, സിസേറിയൻ ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടാണ്. അത് എനിക്കതല്ല തോന്നുന്നത്. എനിക്ക് എപ്പോഴും തോന്നുന്നത് ഇപ്പോഴത്തെ ഡോക്ടേഴ്സിന്, അത് ഒബ്സ്ട്രക്റ്റീഷ്യൻസ് ആണെങ്കിൽ വളരെയധികം റിസ്ക് എടുക്കാൻ എപ്പോഴും പേടി തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയാണെങ്കിൽ, ഈ വരുന്ന വഴി എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലായിരിക്കും ഫസ്റ്റ് അല്ലേ വരുന്നത് ആ ഡോക്ടറിൻ്റെ കാര്യം. അപ്പോൾ അതൊരു എന്തിന് റിസ്ക് എടുക്കണം? എന്തുകൊണ്ട് കുറച്ചും കൂടെ സേഫ്റ്റി ആയ ഡോക്ടറിൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ഉള്ള ഒരു ഓപ്പറേറ്റീവ് ടെക്നിക്കിലൂടെ പോയിക്കൂടാ എന്ന് പറഞ്ഞിട്ടാണ് സാർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നെവർ ഫോർ മണി എന്നാണ് എൻ്റെ വിശ്വാസം. സാധാരണ നമ്മുടെ ആ ലിത്തോട്ടമി പൊസിഷൻ, അതായത് എല്ലാവരും പ്രസവിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ഇതല്ലാതെ വേറെ കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുള്ള പൊസിഷൻസ് വേറെ ഉണ്ടെന്നാണല്ലോ. അത് എന്തുകൊണ്ടപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല? പരിചയക്കുറവ് തന്നെയായിരിക്കും. കാരണം ഞാനിപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്, ഞാനിത് ധാരാളം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പേഷ്യൻ്റെ അടുത്തും അത് അഡ്വക്കേറ്റ് ചെയ്യും. ഞാൻ അധികം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുള്ളത് പുസ്തകങ്ങളിൽ മാത്രമാണെങ്കിൽ ഞാൻ എപ്പോഴും ഒന്ന് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന പോലെ എന്തോ 4 ലെഗോ അങ്ങനെ എന്തോ ഒരു പൊസിഷനെ അതൊക്കെ പ്രാക്ടിക്കലി എവിടെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലൊന്നും ഞാനതൊന്നും കണ്ടിട്ടില്ല.
അതുപോലെ ഈ പലതരം ടബ് ഡെലിവറി, വാട്ടർ ഡെലിവറി, വാട്ടർ ഡെലിവറിക്ക് ഇപ്പോൾ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതും ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് ഫോളോഡ് സം കേരളത്തിലില്ല ഉണ്ടെന്ന് തോന്നുന്നില്ല. എറണാകുളത്ത് ഏതൊക്കെയോ ഹോസ്പിറ്റലുണ്ട്. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കമൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ പെയിൻലെസ് ഡെലിവറി. അതിനെക്കുറിച്ച് ഡോക്ടർ പെയിൻലെസ് ഡെലിവറി ഞാൻ കണ്ടു. എപ്പിഡ്യൂറൽ അനർജസിയാണ് കൊടുക്കുന്നത്. അത് ബേസിക്കലി എന്താണ്, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡൈലേറ്റ് ആവണമെന്നോ 3 സെൻറ്റിമീറ്ററോളമൊക്കെ ഡൈലേറ്റ് ആയി ആക്റ്റീവ് ഫേസ് ഓഫ് ലേബറിൽ കയറി. ആ സമയം നമ്മൾ എന്ത് ചെയ്യും, അനസ്തേഷ്യസ്റ്റ് വന്ന് നമ്മുടെ നട്ടെല്ലിൽ ഒരു എപ്പിഡ്യൂറൽ സ്പേസ് ഉണ്ട്, അവിടെ കുറച്ച് മരുന്ന് കൊടുക്കും. ഒരു കത്തീറ്റർ ഇടും അങ്ങോട്ട്. ആ കത്തീറ്റർ ത്രൂ നമുക്ക് കുറച്ച് മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും, പെയിൻ കില്ലർ. അപ്പോൾ നമുക്ക് താഴോട്ടൊരു നംനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ലേബർ പെയിൻ ഫീൽ ചെയ്യത്തില്ല, കുറച്ച് ഫീൽ ചെയ്യും, അധികം ഫീൽ ചെയ്യത്തില്ല. എന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ആ ഒരു വളരെ 3 സെൻറ്റിമീറ്റർ ടു 10 സെൻറ്റിമീറ്റർ ഡൈലറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു 6 to 7 hours ചിലപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് പെയിൻ ഒന്ന് കുറഞ്ഞ് കിട്ടുകയും, ആ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച്, ആക്ച്വലി ഇത് വെച്ച് പുഷ് ചെയ്യാമെന്നാണ് പറയുന്നത്, എന്നാലും ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മരുന്നിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുമ്പോൾ ആ പെയിൻ ഫീൽ ചെയ്യും, പുഷ് ചെയ്യുകയും ചെയ്യും. കുറച്ച് പേർക്ക് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിരിച്ചുകൊണ്ടൊക്കെ, ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കണ്ട സന്തോഷത്താൽ വേദനയൊന്നുമില്ലാതെ ആ ഒരു സന്തോഷക്കണ്ണീരൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന പേഷ്യൻസ് ഉണ്ട്. അവർ പെയിനേ അറിഞ്ഞിട്ടില്ല. പക്ഷേ ചില പേഷ്യൻസിന് ഈ എപ്പിഡ്യൂറലിട്ടാലും അവർ ചിലപ്പോൾ ആ എപ്പിഡ്യൂറൽ സ്പേസിൽ കറക്റ്റ് പോകാത്തതിൻ്റെ ആവാം, അങ്ങനെ പല കാരണങ്ങളാവാം. എന്തായാലും കുറച്ച് പേര് പെയിൻ അറിയാറുണ്ട് അതിട്ടാലും. ബട്ട് മെജോറിറ്റിയും അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. ഞാൻ എല്ലാവരും പറഞ്ഞ എപ്പിഡ്യൂറൽ ഇടണം, കാരണം ലോകം മൊത്തം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ലോകം മൊത്തം ചെയ്യുന്നൊരു കാര്യം. ഇത്രയും പെയിൻ എന്താ അനുഭവിക്കേണ്ട ആവശ്യം എന്താ? നല്ല പെയിനാന്നേ, അപ്പോൾ എന്തിനാ അനുഭവിക്കുന്നത്? അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡെലിവറിക്ക് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എപ്പിഡ്യൂറൽ നോക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് ചില കോംപ്ലിക്കേഷൻസ് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ, അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡിലേഡ് ലേബർ ചിലവർക്ക് പറയാറുണ്ട്. അപ്പോൾ ലേബർ കുറച്ച് പ്രൊലോങ്ഡ് ആവും എന്നുള്ളത്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു ഫുൾ ഡയലറ്റേഷൻ ആയി കഴിഞ്ഞാൽ നോർമൽ എപ്പിഡ്യൂറൽ ഇല്ലാത്ത ഒരാൾക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെങ്കിൽ എപ്പിഡ്യൂറലുള്ള ഒരാൾക്ക് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യും. കാരണം അവർക്ക് കുറച്ചും കൂടെ പ്രൊലോങ്ഡ് ആയിരിക്കും ലേബർ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അത്ര ഒരു പ്രൊലോങ്ങേഷൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. രണ്ടാമതൊന്നും എപ്പിഡ്യൂറൽ വർക്കായില്ല എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എപ്പിഡ്യൂറൽ വർക്കാവാതെ പെയിൻ എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അല്ലാതെ ഒരു ലോങ് ടേം സാധാരണ ആൾക്കാർ പറയുന്ന കോംപ്ലിക്കേഷൻ എന്താ, ഡോക്ടറെ എനിക്ക് അതിട്ട് നടുവേദന, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ. ഇപ്പം സിസേറിയൻ്റെ സമയത്താണെങ്കിലും നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ നട്ടെല്ല് കുത്തി വെക്കുന്ന ഇഞ്ചക്ഷൻ, അത് കാരണമൊന്നും ഒരിക്കലും ലോങ് ടേം നടുവേദനയോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് നടുവേദന ചിലപ്പോൾ ആ മസിലിൻ്റെ ആയിരിക്കും, അല്ലേ, മസിലിനുള്ള വണ്ണം കൂടിയതിൻ്റെ ആയിരിക്കാം, വെയിറ്റ് കൂടിയത് കൊണ്ടോ സംഭവിക്കുന്നു, ആ മസിലിനുണ്ടാകുന്ന പെയിൻ കാരണമായിരിക്കും നടുവേദന വരുന്നത്. അപ്പോൾ എപ്പോഴും അവർക്ക് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഫിസിയോതെറാപ്പി തന്നെയാണ്. നല്ല ഫിസിയോതെറാപ്പി ചെയ്യുക, വണ്ണം കുറയ്ക്കുക, വണ്ണം കൂടിയിട്ട് വണ്ണം കുറയ്ക്കുക, തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും, നടുവേദന തീർച്ചയായിട്ടും കുറയാൻ. അപ്പോൾ ഞാൻ ഒരു പേഷ്യൻ്റ് വന്ന് സാറിനോട് ചോദിക്കുന്നു, പ്ലാൻഡ് ആയിട്ട് എനിക്ക് CS മതി അല്ലെങ്കിൽ സിസേറിയൻ മതി, അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തേക്ക് ആ സിസേറിയൻ പ്ലാൻ ചെയ്യും? അവർ വന്ന് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പ്ലാൻ ചെയ്ത് എന്തായാലും സിസേറിയൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഞാൻ അവരെ എങ്ങനെയെങ്കിലും ഞാൻ എക്സാമിനേഷൻ ചെയ്യും. എക്സാമിനേഷൻ ചെയ്ത് എനിക്കെപ്പോഴും എൻ്റെ വഴി തന്നെ പോകാനാണ് ഇഷ്ടം. കാരണം ഞാനല്ലേ പഠിച്ചത് അതിനെക്കുറിച്ച്, അവർ പഠിച്ചിട്ടില്ലല്ലോ അല്ലേ. അപ്പം എൻ്റെ ബാക്ക് ഓഫ് മൈൻഡിൽ കാണും അവർ ഇത് പറഞ്ഞതാണ്, അപ്പോൾ അത്രയും റിസ്ക് എടുക്കരുതെന്ന് കാണും. ബട്ട് സ്റ്റിൽ ഞാൻ കൺവിൻസ് ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും, നമുക്ക് ഇത്രയും ട്രൈ ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം, നടന്നില്ലെങ്കിൽ സിസേറിയന് പോകാമെന്ന് പറയും. ഓക്കെ, ഇനി സിസേറിയൻ അപ്പോൾ അത് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഞാൻ എപ്പോഴും അൺകോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു 39+ ആകുമ്പോഴായിരിക്കും ചെയ്യുന്നത്, 40-ക്കുള്ളിൽ. എപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാൾ പെയിനായിട്ട് വന്ന് പ്രസവിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈസി. അതൊരു നാച്ചുറൽ എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു 39 വീക്സ് വരെ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു സ്പോണ്ടേനിയസ് ലേബറിന് വേണ്ടിയാണ്. പക്ഷേ 40 വീക്സ് വരെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട് 40 വീക്സ് വരെ. പിന്നെ 40 വീക്സ് വരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് കുറച്ചും കൂടെ ഒരു ആൻഷ്യസ് ആയിരിക്കും. അവർ 5 years 10 years ഒക്കെ കല്യാണം കഴിച്ചവരായിരിക്കും, കുട്ടികളില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വെയിറ്റ് ചെയ്യാറില്ല. 39 വീക്സ് വരെയാണ് അൺകോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ പുറം രാജ്യങ്ങൾക്ക് അങ്ങനെയല്ല. ഇപ്പം എൻ്റെ നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയ ഒരു പേഷ്യൻ്റ് അവിടെ കൺസീവ് ആയതാണ്, 7 or 8 years ആയി. അതൊന്നും അവരെ ബാധിക്കത്തില്ല. ഒരു യൂറോപ്യൻ കൺട്രിയിലാണ്. അവർ
40 വീക്സ് ആയപ്പോഴും അവർ മൈൻഡ് ചെയ്യുന്നില്ല, സ്റ്റിൽ ഗോയിങ് 3.6 kg എന്തോ ആയി സ്കാനിങ്ങിൽ. അവർ 41 വീക്സായി. 41 വീക്സ് ആയപ്പോഴത്തേക്ക് അവർക്കൊരു ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് ഇൻഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് 42 വീക്സ് വരെ വെച്ച് പോകാനും ആണ് അവരുടെ പ്ലാൻ. അപ്പോൾ ആ കപ്പിൾ പക്ഷേ ഇൻഡക്ഷൻസ് ചൂസ് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്തു, ആൻഡ് ദേ ഡെലിവേർഡ് ദ 3.6 3.7 kg ബേബി. പക്ഷെ അത്രയും ഡിഫിക്കൽട്ടായിരുന്നു, വലിയ എപ്പിസിയോട്ടമി ആയിരുന്നു, ടയർ ഉണ്ടായി, പെരിനിയൽ ടയർ ഉണ്ടായി. പക്ഷെ അതൊന്നും അവർ പറഞ്ഞത് നമുക്ക് അവരുടെ ഒബ്സ്ട്രറ്റീഷനെ കാണാൻ പറ്റിയില്ല, കാരണം സിസേറിയനിൽ പോവുകയാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ മിഡ് വൈഫാണ് അത് മാനേജ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് യൂറോപ്യൻ കൺട്രീസിലെല്ലാം 41 വരെയൊക്കെ പോകും. പക്ഷെ ഞാനൊരു 39 വീക്സ് ഒക്കെ ആകുമ്പോൾ അൺകോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഇൻഡക്ഷനുള്ള അല്ലെങ്കിൽ പ്രസവ വേദന വരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ അത് പറഞ്ഞപ്പോഴാണ് ഈ വെയിറ്റ് എപ്പോഴും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഡോക്ടർ നമ്മുടെ കുറച്ചും കൂടെ നോർമൽ ഡെലിവറി എളുപ്പമാക്കാൻ വേണ്ടി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാറുണ്ട്. 3rd trimester ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു അഡിക്വേറ്റ് വെയിറ്റ് ബേബിക്ക്. 3rd trimester അല്ല, ഞാനത് ഫസ്റ്റ് തൊട്ട് നിങ്ങൾ പട്ടിണി കിടക്കാൻ പറയും. കാരണം നമ്മൾ അനാവശ്യമായിട്ട് ഫുഡ് കഴിക്കരുത്. ഇവർ ഗർഭിണിയാന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഭക്ഷണവും കഴിക്കും. ഒന്ന് സ്നേഹത്തിൻ്റെ പുറത്ത്, പിന്നെ ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അത് കഴിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫുഡ് കൂടും. സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചിലപ്പം എവിടെയാണോ ഭക്ഷണം വെക്കുന്നത്, ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഡൈനിങ് ടേബിൾ, അപ്പോൾ ഡൈനിങ് ടേബിളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഐറ്റംസ് കൂടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എടുത്ത് വായിലിടുന്നത് കൂടും. അത് അപ്പോൾ ഡെഫിനറ്റ്ലി എന്താ ചെയ്യേണ്ടത്, വെയിറ്റ് നല്ല ഭക്ഷണം മാത്രം കഴിക്കുക. 2 പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫസ്റ്റ് 5 മന്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് 4-5 മന്ത് ഞാൻ പറയുന്നത് ആ ലേഡിയിൽ ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് വിടുക. കാരണം പെൺകുട്ടി ഇന്ന് തന്നെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ അവളുടെ ആൽമണ്ടും ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞു, അവളൊന്നും കഴിക്കുന്നില്ല. ഷീസ് ജസ്റ്റ് 10 വീക്സ്. 10 വീക്സിൽ ഭയങ്കര ഇഷ്ടങ്ങളുണ്ടാകുന്ന സമയമാണ്. എനിക്കിത് മതി അത് മതി എന്നുള്ള ഇഷ്ടങ്ങളുണ്ടാകുന്ന സമയം. അവളുടെ ഇഷ്ടം എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. ഒരു 4-5 മന്ത് കഴിയുമ്പോഴാണ് ഞാൻ യൂഷ്വലി ഒന്ന് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതുവരെ പറയും ഒരു 5 മന്ത് വരെ കഴിവതും വെയിറ്റ് കൂടാതെ. ഞാൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 5 മന്ത് വരെ ഞാൻ പറയും വെയിറ്റ് കൂടരുതെന്ന് പറയും. കാരണം ഇനി അങ്ങോട്ട് എന്തായാലും വെയിറ്റ് വെക്കും. അപ്പം വലിയ വെയിറ്റ് കൂടാതെ തന്നെ ആ സ്റ്റേബിൾ വെയിറ്റിൽ തന്നെ പോവുക. അതിനുശേഷം നമുക്ക് എന്താണ്, ഞാൻ ഭക്ഷണം പറഞ്ഞത്, ഒന്ന് വയറ് നിറച്ച് കഴിക്കരുതെന്ന് പറയാം. ഒരു അരവയറേ കഴിക്കാവും. 4-5 തവണയായിട്ട് ഭക്ഷണം കഴിക്കുക. ഒരു കൊച്ചു ഷോർട്ട് മീൽസ് എടുക്കുക. പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക. അതാകുമ്പോൾ പച്ചക്കറി, വൈറ്റമിൻസിന് പച്ചക്കറി ആവാം, പ്രോട്ടീന് മുട്ടയാവാം, മുട്ടയുടെ വെള്ളയാവാം, അല്ലെങ്കിൽ എന്താണ് ചിക്കൻ ആവാം, അപ്പം എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പൾസസ് ആവാം. അപ്പം അവരെന്താണോ കഴിക്കുന്നത് അത് കൂടുതൽ കഴിക്കുക. വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞ പോലെ വൈറ്റമിൻസ് കിട്ടും. ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കുക. ഒരു ചെറിയ പോർഷൻ ഫ്രൂട്ട്സിന് വെക്കുക. അത്ര വലിയൊരു പോർഷൻ വെക്കാൻ പറയും, ചെറിയൊരു പോർഷൻ. ഇതിൻ്റെ എപ്പോഴും മാങ്ങ സീസണിലായി ഇപ്പോൾ പ്രശ്നം കിട്ടുന്നത്. അപ്പോൾ മാങ്ങ സീസണിൽ ഇവരെല്ലാവരും, മാങ്ങ സീസണിൽ ഞാൻ എപ്പോഴും ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. മാങ്ങ വലിയ വിഷയമാണ്. മാങ്ങ ഇവർ ഇഷ്ടം പോലെ കഴിക്കും, ഇവർക്ക് എല്ലാവർക്കും ഷുഗർ വരും. അപ്പോൾ മാങ്ങ സീസൺ, ഞാൻ ഫ്രൂട്ടിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ ഞാൻ പറയും മാങ്ങ കുറയ്ക്കണമെന്ന് പറയും. മാങ്ങ അത്രയും ഷുഗർ അല്ലേ, ഭയങ്കര മധുരമുള്ളൊരു ഫ്രൂട്ടല്ലേ. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറയും. ചോറ് എപ്പോഴും കുറയ്ക്കാൻ പറയും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എത്ര കട്ട് ഡൗൺ ചെയ്യുക, ഷുഗർ എത്ര കട്ട് ഡൗൺ ചെയ്യുക, ഫാറ്റ് സ്വല്പം കട്ട് ഡൗൺ ചെയ്യുക, പ്രോട്ടീൻ ധാരാളം കഴിക്കുക, വൈറ്റമിൻസ് കഴിക്കുക, ഫൈബർ കഴിക്കുക. ഇതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് ഒരു 2.5 2.7 3 താഴെയാണെങ്കിൽ അത്രയും നല്ലത്. ബട്ട് ഇറ്റ് വേരീസ്. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള മാതാപിതാക്കളാണെങ്കിൽ 3.4 3.5 ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ 3.5 3.5 ഒക്കെ ഓക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഡെലിവറിയെ കുറിച്ചും സിസേറിയനെ കുറിച്ചും കൂടുതൽ അറിയാം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇനി നമുക്ക് ഡെലിവറി പറയാം. സിസേറിയൻ ചെയ്യുന്ന സമയത്ത് അറിയേണ്ട കാര്യങ്ങൾ, സിസേറിയൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡെലിവറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ സമയം പീഡിയാട്രിഷ്യൻ എന്ത് ചെയ്യുന്നു, ചുമ്മാ നിൽക്കുകയാണെന്നോ, അത് പറയാം. ഓക്കെ, എനിക്കും പറയാനുണ്ട് പീഡിയാട്രിഷ്യൻ്റെ ഒരു മുതല. ശരി, ഓക്കെ.